വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സെക്രട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസനാണ്. ഇന്ന് വരെ ആരും എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള ലെസനാണ്. നിങ്ങൾക്ക് ഈ ലെസൺ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാവും. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് എക്സ്പേർട്ടായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഒരു എക്സ്പേർട്ട് ലെവൽ ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് റീഡിങ്. അപ്പോൾ ടൈം ഫ്രെയിം നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. ഏത് ടൈം ഫ്രെയിമിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാൻഡിലിൻ്റെ ബോഡി അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇത് നമ്മൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുക. അപ്പം കുറേ അധികം കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സോ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എടുക്കുകയാണെങ്കിൽ ഇതിന് നമ്മളൊരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്, ബിക്കോസ് അതിൻ്റെ കളർ ഗ്രീൻ ആവുകയും ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് അതിന് നമ്മൾ റെഡ് കളർ വരികയും ചെയ്യുമ്പോഴാണ് നമ്മൾ ബുള്ളിഷ് ആൻഡ് ബെയറിഷ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് നമ്മൾ പറയുന്നത്? ബിക്കോസ് ഈ ക്യാൻഡിൽ ഗ്രീൻ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെ ബുള്ളിഷ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ കളർ ഗ്രീൻ അവിടെ വരുന്നത്? ബിക്കോസ് ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഓപ്പണിംഗ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ആ ക്യാൻഡിൽ സ്റ്റിക്ക് ക്ലോസ് ചെയ്യുമ്പോൾ അതിനെ ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. അപ്പം ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഓപ്പൺ പ്രൈസ് എവിടെയാണ് ക്യാൻഡിൽ സ്റ്റിക്ക് പ്രൈസ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ക്ലോസ് ചെയ്യുന്നിരിക്കുന്നത് ഇപ്പം മുകളിലാണല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ഓപ്പൺ പ്രൈസിന് മുകളിലാണ് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഓപ്പൺ പ്രൈസ് എവിടെയായിരുന്നോ അതിന് താഴെ പ്രൈസ് എപ്പോൾ ക്ലോസ് ചെയ്യുന്നോ അതിനെ നമ്മൾ ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നു. ഇത് രണ്ടുമാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെനാരിയോ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ പ്രോ ലെവൽ ക്യാൻഡിൽ റീഡിംഗ്, ബിക്കം ആൻ എക്സ്പേർട്ട് ഇൻ റീഡിംഗ് ക്യാൻഡിൽ സ്റ്റിക്സ്, എ സ്കിൽ നെവർ എക്സ്പ്ലെയിൻഡ് ബൈ എനിബഡി. നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഓപ്പൺ ഹൈ ലോ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഓപ്പൺ ഹൈ ലോ. അപ്പോൾ നമുക്ക് ക്യാൻഡിലിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം ഇതിൻ്റെ ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് ബോട്ടം ലെവലിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകണം. ഓപ്പൺ എന്ന് ബിക്കോസ് ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിൽ അപ്പം അതിൻ്റെ ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ക്ലോസ് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. ക്യാൻഡിൽ കളർ ഗ്രീൻ ആണെങ്കിൽ ഓപ്പൺ പ്രൈസ് താഴെ, ക്ലോസ് പ്രൈസ് മുകളിൽ. ഇനി ക്യാൻഡിൽ കളർ റെഡ് ആണെങ്കിൽ ഓപ്പൺ പ്രൈസ് മുകളിലും ക്ലോസ് പ്രൈസ് താഴെ. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ഫോക്കസ് ചെയ്യേണ്ട. ഓപ്പൺ ആൻഡ് ക്ലോസ്, ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ പ്രൈസ് അറ്റ് ദ ബോട്ടം ആൻഡ് ബെയറിഷ് ക്യാൻഡിൽ ഓപ്പൺ പ്രൈസ് അറ്റ് ദ ടോപ്പ്. ഇത്രയും മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബാക്കി ലെസൺസിലേക്ക് നമുക്ക് പോകാം. ഇങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, ഇപ്പോൾ സപ്പോസ് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ എടുക്കുക, ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ. അപ്പോൾ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ബിക്കോസ് ഇത് ഗ്രീൻ കളർ ക്യാൻഡിലാണ്. സോ അതിൻ്റെ ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ. സോ ദിസ് ഈസ് ഓപ്പൺ. ഓക്കെ. ഇനി ഇതിൻ്റെ ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത് ഇതായിരിക്കും ക്ലോസ് പ്രൈസ് ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ. അതുപോലെ തന്നെ ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് ഈസ് എ ഓപ്പൺ പ്രൈസ് അല്ലേ. ഓപ്പണേക്കാട്ടിലും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് റെഡ് കളറായി. സോ ഇറ്റ് ഇസ് എ ക്ലോസിംഗ് പൊസിഷൻ അല്ലേ. അപ്പം ഇതിനും ക്ലിയർ ആണല്ലോ. ഓപ്പൺ എവിടെയാണ്? റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ എവിടെയാണ്? ഓപ്പൺ പ്രൈസ് മാത്രം നോക്കിയാൽ മതി. റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസ് എവിടെയാണ് വരുന്നത്? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പോൾ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസ് അവിടെ വരുന്നു. അപ്പോൾ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസ് എന്തുകൊണ്ട് അവിടെ വരുന്നു? എന്തുകൊണ്ടാണ് അത് ഗ്രീൻ ആകുന്നത്? അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഓപ്പൺ പ്രൈസിന് മുകളിലാണ് ക്ലോസ് പ്രൈസ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഗ്രീൻ ക്യാൻഡിൽ എന്ന് വിളിക്കുന്നു. സോ നമ്മൾ ഇവിടെ സംബന്ധിച്ച് ദിസ് ഈസ് എ ഓപ്പൺ ആൻഡ് ദിസ് ഈസ് എ ക്ലോസ് അല്ലേ. ദിസ് ഈസ് ഒ എന്നിടാം, ഇത് സി എന്നിടാം. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തു, പ്രൈസ് മുകളിലേക്ക് പോയി, ഇവിടെ ഹൈ വരാൻ വന്നു, താഴെ പ്രൈസ് വന്നു, അതിനുശേഷം ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ക്യാൻഡിലിനെ നമ്മൾ ഓപ്പൺ അറ്റ് ദ ബോട്ടം ആൻഡ് ലോ, ഇതിൻ്റെ ഏറ്റവും ഓപ്പൺ അറ്റ് ദ ബോട്ടം ആൻഡ് ക്ലോസ് അറ്റ് ദ ടോപ്പ് പോർഷൻ. ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ബോഡി എവിടെയാണോ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ വിക്സ് ഉണ്ട്. വിക്സിനെ നമ്മൾ ഇതിനെ ഹൈ എന്ന് പറയുന്നു, ഇതിനെ ലോ എന്ന് പറയുന്നു. വിക്സിന് ഹൈ ലോയും. അപ്പോൾ ഹൈ ലോയും നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല ഏത് ക്യാൻഡിലാണെങ്കിലും. അപ്പം ഹൈയും ലോയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ പ്രൈസും ഹൈയും എല്ലാം സെയിം പൊസിഷനാണ്. സോ ഇതിൻ്റെ ഹൈയും ഓപ്പൺ പ്രൈസും സെയിം ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലോസ് പ്രൈസ് ഇവിടെയാണ്, അതിൻ്റെ വിക്കാണ് അതിൻ്റെ ലോ എന്ന് പറയുന്നത്. ഇത് ക്ലോസ്. അപ്പോൾ ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഓപ്പൺ പ്രൈസിനേക്കാളിലും താഴെ പ്രൈസ് ക്ലോസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നു. അതാണ് നമ്മളിവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കളർ ഗ്രീൻ ആകുന്നത്? ബിക്കോസ് പ്രൈസ് ഓപ്പൺ അറ്റ് ദ ക്യാൻഡിൽ സ്റ്റിക്സ് ഓപ്പൺ അറ്റ് എ പ്രൈസ് ആൻഡ് ഇറ്റ് ക്ലോസ്ഡ് എബവ്. അതുകൊണ്ടാണ് ഗ്രീൻ ആണ്. അപ്പോൾ കളർ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ക്ലോസിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ബോഡി എവിടെയാണോ തീരുന്നത് അവിടെയാണ് അതിൻ്റെ ക്ലോസിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ക്യാൻഡിലിൻ്റെ ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത് റെഡ് കളർ ആണെങ്കിൽ ഇമീഡിയറ്റ്ലി ഓർക്കുക ഓപ്പൺ പ്രൈസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ക്ലോസ് പ്രൈസ് അറ്റ് ദ ബോട്ടം. അത്രയുള്ള കാര്യം. പിന്നെ വിക്സ് വരുന്നുണ്ട്, അതിന് ഹൈ ആൻഡ് ലോ. ഈവൻ വിക്സ് വരുന്നില്ലെങ്കിൽ എന്താണ് ക്ലോസ് പ്രൈസും ഹൈയും ഈ ക്ലോസ് പ്രൈസിലെ ലോയും ക്ലോസും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ വിക്സ് ഇല്ലെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ക്ലോസ് ആൻഡ് ലോ ഇവിടെ ക്ലോസ് ആൻഡ് ലോ സെയിം പൊസിഷൻ ആയിരിക്കും. അപ്പോൾ അത്രയുള്ള അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ പ്രൈസ് വരുന്നത് കളർ ഗ്രീൻ ആണെന്ന് കാണുമ്പോൾ കൂട്ടിക്കൊള്ളുക ഓപ്പൺ പ്രൈസ് അറ്റ് ദ ബോട്ടം. കളർ റെഡ് ആണെങ്കിൽ ഓപ്പൺ പ്രൈസ് അറ്റ് ദ ടോപ്പ്. ഓപ്പൺ പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ കളർ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ഇത്ര ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ്, അതായത് ഒരു 5-6 ക്യാൻഡിലുകൾ ഒന്നിച്ച് മേർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ കൺസോളിഡേറ്റ് ചെയ്യുമ്പോഴത്തേനും ആ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഷേപ്പ് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയണം ഇതൊരു നമ്മളിപ്പം ഒരു റേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ നമുക്ക് അതിൻ്റെ പല എക്സസൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം പിടികിട്ടും എന്താണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൺസെപ്റ്റിലേക്ക് കിടക്കാം എങ്ങനെയാണ് മേർജ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഈ 1, 2, 3, 4, 5 ക്യാൻഡിൽസ് നമ്മൾ നോക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് ഓരോ ദിവസത്തെയാണ്. ഇപ്പം ഡേയുടെ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അല്ലേ. ഡേ ടൈം ഫ്രെയിമിലാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു പർട്ടിക്കുലർ ഡേ 23 മെയ് ഉണ്ടോ, 24 മെയ്, പിന്നെ അടുത്തത് 27 മെയ്, 28 മെയ്, 29 മെയ്, 30 മെയ്, 31 മെയ്. അപ്പം ഓരോ ദിവസത്തെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒരു വീക്കിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൺവേർട്ട് ചെയ്യും. ഇവിടെ വീക്കിലി കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 5 ദിവസത്തെ ക്യാൻഡിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ട് സിംഗിൾ ക്യാൻഡിലായിട്ട് മാറും. ഈ റെഡ് ക്യാൻഡിൽ എല്ലാം കൂടെ കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്ക് അതിനറിയണം അതിൻ്റെ ഷേപ്പ് എന്താണ് ആക്ച്വലി അവിടെ ഫോം ചെയ്യുന്നതെന്ന് അറിയണം. അപ്പോൾ നമ്മളൊരു പ്രോ ലെവൽ റീഡിങ് ക്യാൻഡിൽ സ്റ്റിക്സിനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് ഈ ക്യാൻഡിലെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി അല്ലേ. സോ ആ ഒരു പ്രൊഫഷണൽ എക്സ്പെർട്ടൈസിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരും കൊണ്ടുവന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതായത് ഈ കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ ഞാനുണ്ടല്ലോ ഒരു തമാശയായിട്ട് പറഞ്ഞുള്ളൂ, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഇറ്റ്സ് എ ലൈറ്റഡ് പാർട്ട് ഓഫ് ദ വീഡിയോ. എനിവേ നമുക്ക് ലെറ്റ്സ് കണ്ടിന്യൂ. നൗ ഇവിടെ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഏത് ക്യാൻഡിലാണ് നമ്മൾ ഈ 5 ദിവസത്തെയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. എന്നിട്ട് നമുക്ക് വീക്കിലിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഷേപ്പ് അറിയണം. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഏതാണോ നമ്മൾ എവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്, ഏത് ക്യാൻഡിലാണ് നമ്മൾ എവിടെ തൊട്ടാണ് നമുക്ക് തുടങ്ങുന്നത്. സപ്പോസ് നമ്മൾ ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ തുടങ്ങിയിട്ട് ഈ ക്യാൻഡിൽ അവസാനിപ്പിക്കണം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ക്യാൻഡിൽ ഇത്, ലാസ്റ്റ് ക്യാൻഡിൽ ഇത് അല്ലേ, ഫസ്റ്റ് ലാസ്റ്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഏത് ക്യാൻഡിലാണോ തുടങ്ങുന്നത് ആ ക്യാൻഡിലിൻ്റെ ഓപ്പൺ പൊസിഷൻ ഏതാണെന്ന് മാർക്ക് ചെയ്യുക. സോ ഈ റെഡ് ക്യാൻഡിലിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓപ്പണിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെന്തുകൊണ്ടാണ് റെഡ് ആയിരിക്കുന്നതിൻ്റെ കാര്യം ഇതിൻ്റെ ഓപ്പൺ പ്രൈസ് ഇവിടെയായിരുന്നു, ക്ലോസ് പ്രൈസ് ഇവിടെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ പർട്ടിക്കുലർ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്, റെഡ് കളറിൽ വന്നിരിക്കുന്നത്. അത് ക്ലിയർ ആണല്ലോ. സോ ഫസ്റ്റ് ക്യാൻഡിൽ ഏത് ക്യാൻഡിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, എവിടെ തൊട്ടാണ് നമുക്ക് നോക്കേണ്ടത്, ആ ക്യാൻഡിലിൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ ഇസ് ഓപ്പൺ പ്രൈസ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് പ്രൈസ്, ഇതാണ് നമ്മുടെ ക്ലോസ് പ്രൈസ്. ബിക്കോസ് ഇവിടെ ഓപ്പൺ ചെയ്തു അതിനുശേഷം ഈ ലാസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അത് ക്ലിയർ ആണല്ലോ. ബിക്കോസ് റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ മുകളിലും ക്ലോസ് താഴെയും അല്ലേ. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ എങ്ങനെയാണ്, ഇത് ഓപ്പൺ പ്രൈസ്. സോ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസ് മാർക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ. ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് പ്രൈസ് മാർക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ. അപ്പം ദിസ് ഈസ് എ ക്യാൻഡിൽ സ്റ്റിക്സ് ബോഡി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ എങ്ങനെ വരും, ഇത്രയും വലിയൊരു ബോഡി വരും ഓപ്പണും ക്ലോസും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ. സോ ഇവിടെ എന്തായിരിക്കും സംഭവം, ഇവിടെ ഇത്രയും റെഡ് കളറിൽ വരും, ഇത്രയും വലിയൊരു ക്യാൻഡിൽ വരും. ഇതെല്ലാം കൂടെ മെർജ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പം ഇനി ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് എന്താണ് ഇവിടെ വേണ്ടത്, ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോർഷൻ എവിടെയാണ്, ഇതിൻ്റെ ഹയസ്റ്റ് പോർഷൻ എവിടെയാണ്, ഇത്രയാണ് നമ്മുടെ മുന്നിലുള്ള വഴി. അപ്പോൾ ആ രണ്ട് ബോഡി ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ടും അതിൻ്റെ വിക്സ് ആയിട്ട് വരും, ഇവിടെയും വരും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എത്ര ദിവസത്തെ ക്യാൻഡിൽ കൺസിഡർ ചെയ്ത് 1, 2, 3, 4, 5 ഡേയ്സ് ക്യാൻഡിൽ. സോ 5 ഡേയ്സ് ക്യാൻഡിൽ അൾട്ടിമേറ്റ്ലി വീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് ഇവിടെ കിട്ടേണ്ടത് അല്ലേ. നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രകാരം ഇങ്ങനെ ഒരു ക്യാൻഡിൽ വേണം നമുക്ക് ഫോം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു വീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ. സോ എക്സാക്ട്ലി ആ ക്യാൻഡിൽ അതുപോലെ തന്നെ കിട്ടിയോ ഇല്ലയോ, കിട്ടിയില്ലേ. സോ ഇതാണ് ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ കൺവേർഷൻ എന്ന് പറയുന്നത്. സോ ഇനി വീണ്ടും സെയിം എക്സസൈസ് എനിക്കറിയാം കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിലിംഗിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും. സോ നൗ ഓപ്പൺ പ്രൈസ് ഓഫ് ദ പർട്ടിക്കുലർ ക്യാൻഡിൽ, ഡ്രോ എ ലൈൻ. ക്ലോസ് പ്രൈസ് ഓഫ് ദ പർട്ടിക്കുലർ ക്യാൻഡിൽ, ബിക്കോസ് ഇറ്റ്സ് എ റെഡ് ക്യാൻഡിൽ, ക്ലോസിംഗ് പ്രൈസ് ഇവിടെ താഴെ വരും. കറക്റ്റ് ആണല്ലോ, ഇവിടെ താഴെ ക്ലോസിംഗ് ആണല്ലോ. അപ്പോൾ ഈ പിക്ചർ നോക്കി കൺഫ്യൂഷൻ ആക്കണ്ട. റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ഡൗൺ, ക്ലോസിംഗ് പൊസിഷൻ ഈസ് ഡൗൺ. ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് പൊസിഷൻ ഓൺ ദ ടോപ്പ് അല്ലേ. ഓപ്പൺ പൊസിഷൻ അതിൻ്റെ താഴെ ആയിരിക്കും, ഓപ്പൺ താഴെ ആയിരിക്കുമല്ലോ. ബിക്കോസ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്ക് പോകുമ്പോഴല്ലേ ക്യാൻഡിൽ ഗ്രീൻ ആകുന്നത്. അതുകൊണ്ടാണല്ലോ മോളിൽ വന്ന് ക്ലോസ് ചെയ്യുമ്പോഴാണ് ആ ക്യാൻഡിൽ ഗ്രീൻ ആകുന്നത്. അപ്പോൾ ഓപ്പൺ പൊസിഷന് മുകളിൽ എപ്പോഴാണോ പ്രൈസ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ക്യാൻഡിൽ ഗ്രീൻ ആയി. റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ പ്രൈസിന് ശേഷം പ്രൈസ് താഴെ വന്നിട്ട് ആ ഓപ്പണിംഗ് പ്രൈസിനെക്കാട്ടിലും താഴെ ക്ലോസ് ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പം
ഇവിടെ രണ്ട് കേസിലും റെഡ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്, നമ്മളെ സംബന്ധിച്ച് അത് ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുമ്പം നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇതാണ് നമ്മളുടെ ക്യാൻഡിൽ സ്റ്റിക്സ് ബോഡി പാർട്ട് എന്ന് പറയുന്നത്. ഏത് ഈ 1 2 3 4 5 ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ഒരുമിച്ച് നമ്മൾ മേർജ് ചെയ്യുമ്പോഴത്തേനും യു ഗെറ്റ്. സി അതിനുശേഷം ഫസ്റ്റ് കൺസിഡർ ചെയ്ത ക്യാൻഡിൽ ഏതാണോ ആ ക്യാൻഡിൽ നമ്മളുടെ ഹൈ എന്ന് പറയുന്നു, ഇത് നമ്മളുടെ ലോ എന്ന് പറയുന്നത്, എക്സ്ട്രീം ലോ എന്ന് പറയുന്നു. ആ പോർഷനെയാണ് നമുക്ക് വിക്സിലേക്ക് വരയ്ക്കുന്നത്, വിക്സിലേക്ക് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ലോ പോർഷൻ വന്നു. സോ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇനി എന്താണ് വരേണ്ടത്, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ബോഡി വരണം അല്ലേ. ഇവിടെ നമ്മളെ സംബന്ധിച്ച് എക്സാക്ട്ലി ഇവിടെ ഒരു ബോഡി വരണം, ഇങ്ങനെ ഒരു ബോഡി, കംപ്ലീറ്റ്ലി ഒരു ബോഡി വരണം. സോ ഇനി വീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും ഈ ബോഡിക്ക് താഴെ ഇതിന് ഈ പോർഷൻ എന്ന് പറയുന്നത്, അതിന് താഴെ എന്ന് പറയുന്നത് ഇത് നമ്മുടെ വിക്സ് ആയിട്ട് വരും. ഇച്ചിരിയുടെ വലുതാക്കി വരയ്ക്കാം, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ ഓക്കെ, ഇത് നമ്മുടെ ഇതിൻ്റെ വിക്സ് ആയിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ വീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു, ക്യാൻഡിൽ കിട്ടിയോ. സോ വീക്കിലെ ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ക്യാൻഡിലാണ് വീക്കിലി ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ ലൈൻസ് അങ്ങോട്ട് റിമൂവ് ചെയ്യാം. സോ എക്സാക്ട്ലി യു പ്ലോട്ടഡ് ഇറ്റ് അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ടൈം ഫ്രെയിം കൺവേർട്ട് ചെയ്യാതെ തന്നെ യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ. നൗ ലെറ്റ് us again go back to the same concept. ഇനി എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഡേയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. സോ ഇനി നമ്മൾ അടുത്ത ഒരു ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ എന്താണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ബാങ്ക് നിഫ്റ്റിയിലെ ചാർട്ടിൽ നോക്കുമ്പോഴത്തേന് എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, 1 2 3 4 5 അല്ലേ. അപ്പോൾ നമുക്കിത് വീക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. വീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ പൊസിഷൻ അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഗ്രീൻ ക്യാൻഡിലാണല്ലോ. ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് നമുക്ക് ഈ 1 2 3 4 5 ഡേയ്സ് ആണ് ഒരു വീക്കിലെ ക്യാൻഡിൽസ് വരുന്നത് അല്ലേ, തിങ്കൾ ടു ഫ്രൈഡേ. അപ്പം ഇവിടെ മൺഡേ ടു ഫ്രൈഡേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ വീക്കിലി എന്താണോ വരുന്നത്, വീക്കിലി വരുമ്പോഴത്തേനും 5 ദിവസത്തെ ക്യാൻഡിൽസിന്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഫസ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോർവേഡ് നോക്കുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് ഓപ്പൺ പ്രൈസ്. ഇതെന്തുകൊണ്ടാണ് ഓപ്പൺ പ്രൈസ് ആയത്, ഇത് ഗ്രീൻ ക്യാൻഡിലാണ്, ബിക്കോസ് ഓപ്പണിംഗ് ഈസ് ഹിയർ ആൻഡ് ക്ലോസിംഗ് ഈസ് ഹിയർ അല്ലേ. സോ നമ്മളെ സംബന്ധിച്ച് ഇതാണ് ഓപ്പൺ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ക്യാൻഡിലിൻ്റെ ഗ്രീൻ ക്യാൻഡിൽ ലാസ്റ്റ് ക്യാൻഡിൽ ഏതാണ്, ഇതാണ് ലാസ്റ്റ് ക്യാൻഡിൽ. അതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ പ്രൈസ് കണ്ടു, സെക്കൻഡ് നമ്മൾ നോക്കുന്ന ക്ലോസ് പ്രൈസാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ്. ബിക്കോസ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇത് ഗ്രീൻ ക്യാൻഡിലാണ്, ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, ഇത് ക്ലോസിംഗ് പൊസിഷനാണ് അല്ലേ. ഇത് എന്താണ്, ഓപ്പൺ ആണ്. ക്യാൻഡിൽ കളർ എന്താണ്, ഗ്രീൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ താഴെ ഓപ്പൺ മുകളിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇനി ക്ലിയർ ആയിട്ട് നമ്മൾ ഡ്രോ ചെയ്ത് നോക്കുന്നു ഹൗ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ 5 ഡേയ്സിൻ്റെ വരുമ്പോഴത്തേനും ഓപ്പൺ പ്രൈസ് എവിടെയാണ്, ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസ് 5 ദിവസത്തെ ഡേറ്റയാണ് നമ്മൾ നോക്കുന്നത്. ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോഡിയുടെ ബോട്ടം ഇതാണ് ഓപ്പൺ പ്രൈസ്. അപ്പം ലാസ്റ്റ് ക്യാൻഡിൽ 1 2 3 4 5 ഫിഫ്ത്ത് ക്യാൻഡിലിൻ്റെ, ബിക്കോസ് വി വാണ്ട് ടു ചെക്ക് ദ വീക്ക്ലി ടൈം ഫ്രെയിം അല്ലേ. ഫിഫ്ത്ത് ക്യാൻഡിലിൻ്റെ ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഫിഫ്ത്ത് ക്യാൻഡിലിൻ്റെ, ബിക്കോസ് ഇവിടെ ഓൾറെഡി ഓപ്പൺ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിലിന് ഓപ്പൺ എടുക്കുന്നു, ലാസ്റ്റ് ക്യാൻഡിലിന് ക്ലോസ് പൊസിഷൻ എടുക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് അല്ലേ. സംശയമില്ലല്ലോ, ഗ്രീൻ ഓപ്പൺ താഴെ മുകളിൽ ഇത്. അപ്പോൾ ഇത് രണ്ടും വന്നല്ലോ, വന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതായിരിക്കും നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക് ബോഡി. അതായത് ഇവിടെ ഓപ്പൺ, ഇവിടെ ക്ലോസ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇതായിരിക്കും നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക് ബോഡി എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ ഈ ഫൈനലി നമ്മൾ എന്താണ് നോക്കുന്നത്, ഈ പർട്ടിക്കുലർ 5 ഡേയ്സ് ഡേറ്റയ്ക്കകത്ത് ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ എവിടെയാണ്, ഇതാണ് ഹയസ്റ്റ് പൊസിഷൻ. ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ എവിടെയാണ്, ഇതാണ് അല്ലേ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് പൊസിഷനും ലോവസ്റ്റ് പൊസിഷനും ഇത് രണ്ടുമാണ്. അപ്പോൾ ഇത് രണ്ടിലും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇത് ബിക്കോസ് 1 2 3 4 5 ഫിഫ്ത്ത് ക്യാൻഡിൽ, ഈ കംപ്ലീറ്റ് ക്യാൻഡിൽസ് ഇവിടം വരെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഫിഫ്ത്ത് ക്യാൻഡിലിൻ്റെ ഹയസ്റ്റ് പോർഷനും ലോവസ്റ്റ് പോർഷനും നോക്കുന്നു. അത് നമ്മളെ സംബന്ധിച്ച് വിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ഇവിടെ. അപ്പോൾ നമ്മളിവിടെ ഇവിടുന്ന് ഇതാണ് നമ്മുടെ വിക്സ് എന്ന് പറയുന്നത്. ക്ലിയർലി. അപ്പോൾ ഇനി ഇതാണ് ഇവിടം വരെയാണ് ഹൈ വരുന്നത്. അപ്പോൾ ഇവിടം വരെ നമ്മൾ ഡ്രോ ചെയ്ത് ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഹൈ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, ഇവിടം വരെ ക്ലിയർ ആണല്ലോ. സോ നൗ ഫൈനലി വി വിൽ കൺവേർട്ട് ബാക്ക് ടു വീക്ക്ലി ചാർട്ട്. ബിക്കോസ് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഓപ്പൺ ഇവിടെ, ക്ലോസ് ഇവിടെ. അതുകൊണ്ടാണ് ഈ ക്യാൻഡിൽ പോലും ഇവിടെ റെഡ് ആയിപ്പോയിരിക്കുന്നത്. സോ ഇവിടെ എന്ത് സംഭവിച്ചു, എക്സാക്ട്ലി ആ ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോറി, ഇത് ഞാനിപ്പോൾ ഷ്രിങ്ക് ചെയ്തുകൊണ്ടാണ്. എക്സാക്ട്ലി നമ്മൾ വരച്ച അതേ ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ നൗ യു അണ്ടർസ്റ്റാൻഡ് ദ നരേറ്റീവ് ഓഫ് ക്യാൻഡിൽ ഫോമിംഗ് അല്ലേ. ദിസ് ഈസ് ഓൺലി പോസിബിൾ ത്രൂ ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് ചാനൽ.
അതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പം ഇതെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഫോമിംഗ് എന്ന് പറയുന്നത് വീക്ക്ലി ആണ്. അപ്പം വീക്ക്ലി ഇത് നമ്മളെ സംബന്ധിച്ച് സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു റിലയൻസിൻ്റെ ഒരു ചാർട്ടിലേക്ക് നമുക്ക് നോക്കാം. എഗെയിൻ ഇവിടെ 1 2 3 4 5 6 അല്ലേ 6. അപ്പം ഡേയ്സ് ഇപ്പം നമുക്ക് 2 weeks ഡേറ്റ നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചോ. 2 weeks എന്ന് പറയുമ്പോൾ 5 10 ദിവസം. അപ്പം 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഈ 10 ഡേയ്സിലെ ഡേറ്റ നമുക്ക് 10 ഡേയ്സിലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീക്കിലിക്ക് അത് കാണാൻ പറ്റത്തില്ല. മന്ത്ലി എന്ന് പറയുമ്പോൾ നമുക്ക് 30 ഡേയ്സിൻ്റെ നമുക്ക് നോക്കണം. 30 ഡേയ്സിൻ്റെ ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല. സോ ഇഗ്നോർ ഇറ്റ്. സോ ലെറ്റ്സ് ഡു വൺ തിങ്. നമുക്ക് ഈ 5 ദിവസത്തെ ക്യാൻഡിൽ ഈ 1 2 3 4 5 ഡേയ്സ് നമുക്ക് വീക്കിലി വീണ്ടും കൺവേർട്ട് ചെയ്ത് നോക്കാം. ഈ 5 ഡേയ്സിൻ്റെ ഡേറ്റയ്ക്കകത്ത് എന്തായിരിക്കും അതിൻ്റെ ആക്ടിവിറ്റി എന്ന് നോക്കാം. ഓക്കെ, 5 ഡേയ്സ്. അപ്പോൾ നമുക്ക് ഈ 5 ഡേയ്സിനെ വീക്കിലി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കിട്ടില്ല. വീക്കിലി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ പാറ്റേൺ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ 1 2 3 4 5. സോ ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ പൊസിഷൻ ഏതാണ്? ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ ഇതാണ് അല്ലേ? ബിക്കോസ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ക്യാൻഡിൽ റെഡ് കളറിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്തിട്ട് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ കളർ ഇത് പോയല്ലോ. ഈ പർട്ടിക്കുലർ ക്യാൻഡിലാണ് കേട്ടോ. ഈ ഒരു പർട്ടിക്കുലർ നമുക്ക് 1 2 3 4 5 ഈ ക്യാൻഡിലെ മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓപ്പൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ബിക്കോസ് ഇത് റെഡ് ക്യാൻഡിലാണ്. സോ ഓപ്പണിംഗ് ഈസ് ഓൺ ദ ടോപ്പ് ആൻഡ് ക്ലോസിംഗ് ഈസ് ഓൺ ദ ബോട്ടം. അതുകൊണ്ടാണ് അതിനെ റെഡ് ക്യാൻഡിലായി പോയത്. ഗ്രീൻ ആണെങ്കിൽ ഓപ്പണിംഗ് ഓൺ ദ ബോട്ടം, ക്ലോസ് ഓൺ ദ അപ്പർ സൈഡ്. അതുകൊണ്ടാണ് അത് ഗ്രീൻ ആകുന്നത്. സോ അത് ആ ബേസിക് ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ഈസിയാണ്. അപ്പോൾ ഇവിടെ ഇതിനെ സംബന്ധിച്ച് ഓപ്പൺ പൊസിഷൻ എവിടെയാണ്? ഇവിടെയാണ്. സോ ഇനി നമ്മളെ സംബന്ധിച്ച് ഇനി ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് പൊസിഷൻ എവിടെയാണ്? ഇവിടെയാണ്. ഈ പർട്ടിക്കുലർ ഈ ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് പൊസിഷൻ ഇവിടെയല്ലേ? ബിക്കോസ് അതിൻ്റെ ഓപ്പണിംഗ് മോളിലല്ലേ. അപ്പോൾ ക്ലോസ് പൊസിഷൻ ഇവിടെ കിട്ടിയല്ലോ. അപ്പം ഇതാണ് നമ്മളുടെ ക്യാൻഡിൽ സ്റ്റിക്ക് ബോഡി എന്ന് പറയുന്നത്. സോ ഇതായിരിക്കും നമ്മളുടെ ക്യാൻഡിൽ സ്റ്റിക്ക് ബോഡി. ക്ലിയർ? ഈ പർട്ടിക്കുലർ 5 ദിവസത്തെ നോക്കുമ്പോഴത്തേക്കും ക്യാൻഡിൽ സ്റ്റിക്ക് ബോഡി. ഇനി ഇതിൻ്റെ ലോയസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോയസ്റ്റ് പോർഷൻ ഇതാണ് നമ്മളുടെ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏറ്റവും ലോയും ഇതാണ് ഏറ്റവും ഹൈയും എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഹൈയും ലോയും തമ്മിൽ നോക്കുമ്പോഴത്തേനും എന്താണ് ഇവിടെ കാണുന്നത്? ഇതാണ് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ വിക്സ് എന്ന് പറയുന്നത്. ക്ലിയർലേ? ഇതാണ് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ വിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? വീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ യു ഷുഡ് ഗെറ്റ് ദ സെയിം ക്യാൻഡിൽ സ്റ്റിക്ക് അല്ലേ? വീക്കിലേക്ക്, അതായത് ഇവിടം വരെയുള്ളത് നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ വീക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. കിട്ടിയോ? എക്സാക്ട്ലി ആ ക്യാൻഡിൽ വീക്കിലേക്ക് നോക്കുമ്പോഴത്തേന് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ബിക്കോസ് ഇത് ഇപ്പം കൺസിഡർ ചെയ്തേക്കുന്ന ലാസ്റ്റത്തെ ഒരു ദിവസത്തെ ഡേറ്റ കുറച്ച് മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു റണ്ണിങ് വീക്ക് കമ്പാരിസൺ ചെയ്തിട്ടില്ല. റണ്ണിങ് വീക്ക് ഇല്ലാതെയാണ് ഇത് എടുത്താക്കുന്നത്. അപ്പം എപ്പോഴും കംപ്ലീറ്റഡ് വീക്ക് ആയിരിക്കും സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 days നമ്മൾ ലാസ്റ്റ് 5 days കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ലാസ്റ്റ് 5 daysൻ്റെ ഡേറ്റ വെച്ചിട്ട് അപ്പോൾ ഇവിടുത്തെ ആ വിക്കിൻ്റെ പൊസിഷൻ ഇച്ചിരി മുകളിൽ പോയി. അപ്പം ബേസിക്കലി നമ്മൾ പറഞ്ഞ ഇത് തെറ്റല്ല വരച്ചേക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. ബിക്കോസ് റണ്ണിങ് വീക്ക് കൺസിഡർ ചെയ്യത്തില്ല. എവറി ടൈം സിസ്റ്റം കൺസിഡേഴ്സ് ഓൺലി എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ കൺസിഡർ ചെയ്യുന്നത് വീക്ക് എന്ന് പറയുമ്പം ഇറ്റ് വിൽ ടേക്ക് ലാസ്റ്റ് കംപ്ലീറ്റഡ് 5 days അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇനി നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ നമുക്ക് കാൽസ്റ്റിക്കിൻ്റെ പൊസിഷൻ കിട്ടിയല്ലോ. ഇതിപ്പോൾ ഈ റണ്ണിങ് വീക്ക് ഇത് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് റണ്ണിങ് വീക്ക് ആണോ അല്ലയോ നമുക്ക് ഒന്നുകൂടെ നോക്കാം. സോ ഈ 1 2 3 4 5 ഓക്കെ. അപ്പോൾ റണ്ണിങ് വീക്കിലേക്ക് അതായത് കംപ്ലീറ്റഡ് വീക്കിലേക്ക് നമുക്ക് നോക്കാം. കംപ്ലീറ്റഡ് വീക്കിലേക്ക് നോക്കുമ്പോൾ 1 2 3 4 5 ഈ ക്യാൻഡിലും ഈ റെഡ് ക്യാൻഡിലും ആണ് നോക്കുന്നത് അല്ലേ? അപ്പോൾ റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ പൊസിഷൻ ഏതാണ്? ഇതാണ്. സംശയമില്ലല്ലോ. ഇനി ലാസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഈ റണ്ണിങ് വീക്ക് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വീക്ക് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ വിക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഏറ്റവും ഈ ഹയസ്റ്റ് വന്നിരിക്കുന്നതിൻ്റെ വിക്സ് എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതും ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതും അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇനി ക്യാൻഡിൽ സ്റ്റിക്സ് ബോഡി എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ബോഡി എന്ന് പറയുന്നത് അല്ലേ? ക്യാൻഡിൽ സ്റ്റിക്ക് ബോഡി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇതിൻ്റെ വിക്സ് എന്ന് പറയുന്നത് ഈ പോർഷൻ ആണല്ലോ, ഇതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ വിക്സ് എന്ന് പറയുന്നത് ഏത് പോർഷൻ ആയിരിക്കും? ഈ പോർഷൻ ആണല്ലോ. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എക്സ്ക്ലൂഡിങ് ദ റണ്ണിങ് വീക്ക്, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വീക്ക് കൂടാതെ സിസ്റ്റം ഇവിടെ കാണിക്കും പ്രകാരം കറക്റ്റായിട്ട് വീക്കിലിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും യു ഗോട്ട് ദ കറക്റ്റ് ക്യാൻഡിൽ ഓർ നോട്ട്. ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ റണ്ണിങ് വീക്ക് കാൽക്കുലേഷനകത്ത് എന്തോ ഒരു ഇതാണ് നമ്മൾ വരച്ചിരിക്കുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ആ ലാസ്റ്റ് ക്യാൻഡിലും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ആ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. അപ്പം നമ്മളത് എക്സ്പ്ലോർ ചെയ്യുക. എനിവേ യു ആർ ഗെറ്റിംഗ് ദ നാരേറ്റീവ് അല്ലേ? അപ്പം ഇനി നമ്മളെ സംബന്ധിച്ച് എത്ര ക്യാൻഡിൽ വേണേലും നമുക്ക് മെർജ് ചെയ്യാം.
മെർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 15 മിനിറ്റ്. നോ വാട്ട് ഈസ് എ നാരേറ്റീവ്? 15 മിനിറ്റിൽ എന്നാ സംഭവിക്കുന്നത് നോക്കാം. ലാസ്റ്റ് നമുക്ക് 15 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേനും 15 മിനിറ്റിലെ ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേനും 3 മിനിറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പം 3 അല്ലേ? അപ്പോൾ 5 ക്യാൻഡിൽ നമുക്ക് വരും അല്ലേ? 15 മിനിറ്റിലെ എന്ന് പറയുമ്പോഴത്തേനും 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിച്ചു. സോ നമുക്ക് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയണം 15 മിനിറ്റിൽ ഇതെന്തായിരിക്കും സംഭവം എന്ന് അറിയണം ഈ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ക്യാൻഡിൽ വേണം? 3 മിനിറ്റിൻ്റെ 5 ക്യാൻഡിൽ പോരെ? അതായത് 3, 6, 9, 12, 3, 15. അപ്പോൾ ഈ ഇത്രയും ക്യാൻഡിലാണ് 15 മിനിറ്റിലേക്ക് വരുന്നത്. സംശയമില്ലല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ നോക്കുന്നത് ഇത്രയും ക്യാൻഡിൽ 15 മിനിറ്റിലേക്ക് വരുമ്പോഴത്തേന് 5 ക്യാൻഡിൽ 15 മിനിറ്റ്സ്. 3 മിനിറ്റിൻ്റെ 5 ക്യാൻഡിൽ 15 മിനിറ്റ്സ്. നൗ ലെറ്റ് us കൺവേർട്ട്. ഫസ്റ്റ് ക്യാൻഡിൽ ഏതാണ്? ഗ്രീൻ ക്യാൻഡിൽ. അതിൻ്റെ ഓപ്പൺ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇനി ലാസ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ക്ലോസ് പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബിക്കോസ് ഇവിടെ ഓപ്പൺ, അതിനുശേഷം ലാസ്റ്റ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് പൊസിഷൻ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ അതിൻ്റെ ക്ലോസ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ആ പാടെ ഇത്രയാണ് അതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഞാൻ ഇച്ചിരി ബിഗായിട്ട് വരച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ വിക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഹയസ്റ്റ് പോയിന്റും ലോവസ്റ്റ് പോയിന്റും. അപ്പോൾ ഇതിൻ്റെ വിക്ക് എന്ന് പറയുന്നത് ഇവിടെ വരെ വരും. ഇത് ഇവിടെ ഈ ഹയസ്റ്റ് പോയിന്റ് വരെ ഇവിടം വരെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടം വരെ അതിൻ്റെ വിക്ക് വരുന്നത്. ഇവിടെ ഇതിൻ്റെ ഈ വിക്ക് എന്ന് പറയുന്നത് എന്താ വരും? ഇവിടം വരെ വരും. ബിക്കോസ് ഈ ലോ ആണ് അതിൻ്റെ ലോവസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടം വരെ അതിൻ്റെ വിക്ക് വന്നു അല്ലേ? അപ്പോൾ നമ്മളിനി 50 മിനിറ്റ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുകയാണ്. 50 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ക്യാൻഡിൽ കിട്ടണം. ആ ക്യാൻഡിൽ കിട്ടിയില്ലയോ? സോറി, നമ്മൾ റെഡ് കളർ വരച്ചിരിക്കുന്നത് ബിക്കോസ് ഇതിൻ്റെ ഓപ്പൺ പ്രൈസ് ആൻഡ് ക്ലോസ് പ്രൈസ്, ഓപ്പൺ ആൻഡ് ക്ലോസ് അപ്പർ സൈഡിലല്ലേ ലാസ്റ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ. അപ്പോൾ ഓപ്പണിംഗ് ഡൗണും ക്ലോസിങ്ങും മുകളിലും അല്ലേ? അപ്പോൾ ഈ ക്യാൻഡിൽ ഗ്രീൻ കളറിലേക്ക് വരും. നമ്മൾ കളർ സെലക്ട് ചെയ്തപ്പോൾ മാറിപ്പോയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം അത് ക്ലിയർ ആക്കണോ ഒന്നും കൂടെ? അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേനും ക്യാൻഡിൽ നമുക്ക് കളർ കറക്റ്റായിട്ട് വരച്ചേക്കാം. ഇതിൻ്റെ ബോഡി പോർഷൻ ഇതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇതാണ് ഇതിൻ്റെ ഓപ്പൺ പൊസിഷൻ അല്ലേ? ലാസ്റ്റ് ഇതിൻ്റെ ക്ലോസിംഗ് പൊസിഷൻ എവിടെയാണ്? മുകളിലല്ലേ? ഫസ്റ്റ് നമ്മൾ ഇവിടെയാണ് ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ പൊസിഷൻ, ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് പൊസിഷൻ. ഇതാണ് ലാസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ? ഇതിൻ്റെ ഇത് ക്ലോസ്, ഇത് ഈ ബോട്ടം ലൈൻ എന്താണ്? ബോട്ടം ലൈൻ ദിസ് ഈസ് ഓപ്പൺ അല്ലേ? അപ്പോൾ ഓപ്പണിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാച്ചുറലി ഈ ക്യാൻഡിലിൻ്റെ കളർ എന്ത് വരും? ഗ്രീൻ കളർ വരും. ഇത്രേ ഉള്ള കാര്യം. അപ്പോൾ നമ്മളിവിടെ ഡ്രോ ചെയ്യേണ്ട ക്യാൻഡിലിൻ്റെ കളർ എന്തായിരിക്കും? ഗ്രീൻ ആയിരിക്കും. ഇവിടെ നമുക്കിവിടെ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേന് ഇങ്ങനെ വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഒന്ന് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേനും 50 മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് യു ഗോട്ട് ദ ക്യാൻഡിൽ. എക്സാക്ട്ലി യു ഗോട്ട് ദ ക്യാൻഡിൽ. സോ വിതൗട്ട് ഷിഫ്റ്റിംഗ് ദ ടൈം ഫ്രെയിം യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മുടെ ട്രേഡിങ്ങിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റേഞ്ചിങ് എൻവയോൺമെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു സൈഡ് വൈസ് മൊമെൻറ്റം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴത്തേനും ഇത് നോക്കി, കൂടുതൽ നമ്പർ ഓഫ് ക്യാൻഡിൽസ് ഇതിനകത്ത് ഈ ഒരു ബോക്സിൽ കയറി ഇവിടെ വരെ ഒരു റേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ നെറ്റ് ആക്ടിവിറ്റി എന്താണ്? ഇവിടുത്തെ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇവിടുത്തെ നെറ്റ് ആക്ടിവിറ്റി മൊത്തം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത്രയും ക്യാൻഡിൽ ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്യാൻഡിൽ ഇവിടെ തൊട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഈ ബിഗ് ക്യാൻഡിലോട്ട് കൺസിഡർ ചെയ്യുക. ഇത് ഫസ്റ്റ് ക്യാൻഡിൽ, ഇത് ലാസ്റ്റ് ക്യാൻഡിൽ. സോ ഈ ഫസ്റ്റ് ക്യാൻഡിലും ലാസ്റ്റ് ക്യാൻഡിലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ യു ഷുഡ് ഗെറ്റ് എ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ അല്ലേ? ആ ക്യാൻഡിൽ സ്റ്റിക് പ്രോ റീഡിംഗ് ആണ് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ അതിനെ കണ്ടുപിടിക്കുന്നത്? ഇതിനകത്ത് ടൈം ഫ്രെയിം ഇപ്പോൾ 15 മിനിറ്റിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് ഇതെല്ലാം കൂടെ മേർജ് ചെയ്യുമ്പോഴത്തേനും ആ ടൈം ഫ്രെയിം എല്ലാം കൂടെ ഷ്രിങ്ക് ചെയ്തിട്ട് വരുവാണ്, ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. 1 അവർ 2 അവർ 4 അവർ 3 അവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡേയ്സ് വീക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ആക്ടിവിറ്റി കാണുമ്പോൾ തന്നെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് പർട്ടിക്കുലർ ക്യാൻഡിൽ സ്റ്റിക് ഈസ് ഓഫ് ദിസ് ടൈപ്പ് എന്ന് നമുക്ക് മനസ്സിലാകണം. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓർ ഇഫ് യു ക്യാൻ നരേറ്റ് ദ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ വിത്തിൻ ദ ക്യാൻഡിൽസ്റ്റിക് സ്ട്രക്ചർ. ക്യാൻഡിൽസ്റ്റിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്തുള്ള മൊത്തം പാറ്റേണിക്
ഈ മൂവ്മെൻറ്റുകളെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് മേർജ് ചെയ്ത് ഒരു ക്യാൻഡിലായിട്ട് വരുമ്പോഴത്തേനും ഈവൻ ഓൺ എ ഹയർ ടൈം ഫ്രെയിം, സ്മോളർ ടൈം ഫ്രെയിമിൽ നിന്ന് ഹയർ ടൈം ഫ്രെയിമിലേക്ക് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയോ ഇറങ്ങിക്കൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ഫോമിങ് ദിസ് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ. എന്തുകൊണ്ടാണ്? നമ്മളെ സംബന്ധിച്ച് ഒറ്റ ക്യാൻഡിലേ ഉള്ളൂ, IFC ക്യാൻഡിൽ. അതിൽ ആ നെറ്റ് ആക്ടിവിറ്റിക്കകത്ത് എന്ത് ടൈപ്പ് ഓഫ് IFC ക്യാൻഡിലാണ് അവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു പുൾ ബാക്ക്, വിത്ത് റെസ്പെക്ട് ടു വോളിയം അഡീഷൻ, വിത്ത് റെസ്പെക്ട് ടു പ്രീവിയസ് ഏരിയ. എങ്ങനെയാണ് ഓരോ തിങ്സ് കണക്റ്റഡ് ആകുന്നതെന്ന് നോക്കിക്കുക. അങ്ങനെ പതുക്കെ നമ്മൾ ഇതിനെ ഒരു ലോജിക്കൽ ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേനും നമ്മളുടെ തോട്ട് പ്രോസസ് ആൻഡ് ദ പ്രോസസ്, ഈ പ്രോസസ്സിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി നമ്മൾ അറിയാതെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ മനസ്സിലാക്കി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ യു ഷുഡ് നോ ദിസ് പോയിന്റ്. ഈ പോയിന്റ് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബിക്കോസ് ദിസ് ഈസ് ഓൺലി ത്രൂ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ബിക്കോസ് നമ്മൾ ഇതിനകത്ത് റിസർച്ച് ചെയ്ത് PhD എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ. ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതേ. അങ്ങനെ നമ്മൾ ഇതിനകത്ത് PhD എടുത്തുകൊണ്ടിരിക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ നരേറ്റീവ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് വേർ ടു ഗോ, അല്ലേ? അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതിനെ ആ ഒരു ക്യാൻഡിൽസ്റ്റിക് റീഡിംഗ് പോലും അറിയത്തില്ലാതെ ഓവർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് വിളിക്കണം അവരെ? ബിക്കോസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ വിളിക്കുന്നതാണ് ഇറ്റ്സ് എ ഗാംബിളർ, അല്ലേ? നമ്മളെ സംബന്ധിച്ച് വി ആർ നോട്ട് ഗാംബ്ലേഴ്സ്, വി ആർ പ്രോ ട്രേഡേഴ്സ്. സോ യു ഷുഡ് നോ പ്രോ ട്രേഡിംഗ് റൂൾസ് ആൻഡ് പ്രോ ട്രേഡിംഗ് ക്യാൻഡിൽസ്റ്റിക് റീഡിംഗ്. ഇതാണ് ഇതിനകത്തെ കാര്യം. സോ നൗ ലെറ്റ്സ് കം ബാക്ക് ടു ദ സെയിം തിങ്. സോ നൗ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ പൊസിഷൻ എവിടെയാണ്? ഇത് നമ്മൾ ഈ ക്യാൻഡിലോട്ടാണ് നോക്കുന്നത്. ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ പൊസിഷൻ ഇവിടെ, അല്ലേ? അപ്പോൾ ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് പൊസിഷൻ എവിടെയാണ്? ഫസ്റ്റ് നമ്മൾ ഓപ്പൺ, ബിക്കോസ് ഇത് ഗ്രീൻ ക്യാൻഡിലാണ്, അതുകൊണ്ടാണ് മുകളിലോട്ട് പോയത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ഇവിടെ. അതിൻ്റെ ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് പൊസിഷൻ എവിടെയാണ്? ക്ലോസ് പൊസിഷൻ ഇതും ഗ്രീൻ ക്യാൻഡിലാണ്. സോ ഓപ്പണിംഗ് താഴെയാണ്, ഗ്രീൻ ക്ലോസിംഗ് ആണ്. അപ്പോൾ ഈ ലാസ്റ്റ് നിൽക്കുന്ന ഈ ലൈൻ തന്നെയാണ് അതിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇതിൻ്റെ ലോവസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. അപ്പം ഇവിടെ ഓപ്പൺ ഇവിടെ ചെയ്തു, ക്ലോസ് ഇവിടെ ചെയ്തു. ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ കളർ എന്തായിരിക്കും? ഗ്രീൻ കളർ ആയിരിക്കും ഫൈനലി നമ്മൾ മാർക്ക് ചെയ്യുമ്പം. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടം വരെ വരും, ഈ ക്യാൻഡിൽസ്റ്റിക്സിൻ്റെ ഇവിടം വരെ വരും, അല്ലേ? ഇതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇനി വിക്സ് എന്ന് പറയുമ്പോഴത്തേനും ഈ ക്യാൻഡിലിൻ്റെ താഴെ ഉണ്ടോ? സോ വിക്സ് എന്ന് പറയുന്നത് ഇതിന് ഇവിടെ വിക്സ് ഇല്ല. അപ്പോൾ ഇവിടെ നെറ്റ് ആക്ടിവിറ്റി ഇവിടെ എന്താണ്? ഇതിൻ്റെ ഹയസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ വിക്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ വിക്സ് വരയ്ക്കാനില്ല, ഓപ്പണും ക്ലോസും വിക്സും എല്ലാം ഒരു പൊസിഷനിൽ തന്നെയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബുളിഷ് ഗ്രീൻ ക്യാൻഡിൽ വിത്ത് ആൻ അപ്പ് സൈഡ്, ടോപ്പ് സൈഡ് സ്മോൾ റിജക്ഷൻ. സോ നമ്മളിവിടെ ഒരു ആക്ടിവിറ്റിയും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 1 അവറിൻ്റെ 30 മിനിറ്റ്സിൻ്റെ 2 ക്യാൻഡിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേനും 30 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്സിലാണ് നമ്മുടെ റീഡിങ് വരേണ്ടത്. സോ നമ്മളിവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്യാൻഡിൽ ഈ 2 ക്യാൻഡിലും കൂടെ മേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇങ്ങോട്ട് മേർജ് ചെയ്യാൻ പോകുമ്പോഴത്തേനും നമ്മളതാണ് ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നതാണ്. ഈ ലാസ്റ്റ് 2 ക്യാൻഡിൽസാണ് പറ്റി നമ്മൾ സംസാരിക്കുന്നത്, 2 ഗ്രീനിൽ. ഇത് ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് ഇതാണല്ലോ. അതിൻ്റെ ക്ലോസ് പ്രൈസ് എന്ന് ഇനി സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ്, മുകളിലാണ്, അല്ലേ? ഇതിൻ്റെ മുകളിലാണ്. അങ്ങനെ മുകളിലേക്ക് നമുക്ക് പ്രൈസ് വന്ന് അതുകൊണ്ടാണല്ലോ അത് ഗ്രീൻ ക്യാൻഡിൽ തന്നെ കളറിൽ തന്നെ നിൽക്കുന്നത്. ക്ലോസ് പ്രൈസ് ഓപ്പൺ താഴെ ബോഡിയുടെ ബോട്ടം പോർഷനിലാണ് ഈ പറയുന്നത്. ഓക്കെ, ഇവിടെ ബോട്ടം ഇവിടെ ഓപ്പൺ, അതിനുശേഷം ക്ലോസ് ഇവിടെ ആയതുകൊണ്ടാണ് ഈ കളർ ക്യാൻഡിൽ ഗ്രീൻ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ക്ലോസ് പ്രൈസ് ഇവിടെ എടുത്തു. അപ്പോൾ നമ്മൾ ഇതിനെ 1 അവറിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളുടെ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ബോഡി എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ബോഡി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഇതിപ്പോൾ ഓപ്പൺ ഇവിടെ, ക്ലോസ് ഇവിടെ, നെറ്റ് നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ഇത് ഗ്രീൻ കളർ ആയിരിക്കണം. അതിൻ്റെ ഈ 2 ക്യാൻഡിലിൻ്റെ ഹൈ പോർഷൻ ഇതായിരിക്കും അതിൻ്റെ വിക്സ് എന്ന് പറയുന്നത്. ഇതായിരിക്കും അതിൻ്റെ വിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണല്ലോ, ഇതായിരിക്കും ഇതിൻ്റെ ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ലോ എന്ന് പറയുന്നത് ഇതായിരിക്കണമല്ലോ. സോ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ക്യാൻഡിലിൻ്റെ സ്ട്രക്ചർ ഏതായിരിക്കണം? നമുക്ക് ഈ ക്യാൻഡിലിൻ്റെ സ്ട്രക്ചർ ആയിരിക്കണം കിട്ടേണ്ടത്, ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും, അതായത് ഈ വീഡിയോ മുഴുവൻ കാണാതെ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോകുന്നവരെ സംബന്ധിച്ച് അവർ മെയിൻ പോയിന്റ് പോയി കഴിഞ്ഞിരിക്കുന്നു, മനസ്സിലായോ? അപ്പോൾ പേഷ്യൻസോടുകൂടെ മുഴുവൻ വീഡിയോയും കണ്ടവർക്ക് ഇതിപ്പോൾ പിടികിട്ടും, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതെല്ലാം തെറ്റിയും പോകും. ദിസ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡിംഗ് സീക്രട്സ്. ട്രേഡിംഗ് സീക്രട്സ് എപ്പോഴാണ് സീക്രട്ട് പറയുന്നതെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അതുപോലത്തെ ടിസ്റ്റ് ആയിരിക്കും മൊത്തം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് ക്യാൻഡിൽ സ്റ്റിക്ക് നേരെ തിരിച്ചു എന്താണ് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ക്യാൻഡിൽ കളർ ആയിരിക്കണമല്ലോ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാം. 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആ ക്യാൻഡിൽ ഫോം കിട്ടിയോ? ഇല്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? സോ അതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് അത് കിട്ടിയില്ല ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ബിക്കോസ് ഇവിടെ ലാസ്റ്റ് 1 അവറിൻ്റെ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഇനീഷ്യൽ പാർട്ട് ഓഫ് ദ ലെസൺ കേട്ടതിന് ശേഷം എനിക്കിത് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോയതിനെ സംബന്ധിച്ച് ദേ ആർ മിസ്സിങ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും, ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എന്ത് മനസ്സിലാക്കണം? യു നീഡ് ടു വാച്ച് ഇറ്റ് കെയർഫുള്ളി, യു നീഡ് ടു കംപ്ലീറ്റ് ദ ലെസൺ, അതർവൈസ് യു വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ്. അതാണ് അതിനകത്തെ കാര്യം. സോ എന്തുകൊണ്ട് ഇവിടെ കിട്ടിയില്ല? ബിക്കോസ് റണ്ണിങ് ക്യാൻഡിൽ ഓൾവേസ് എക്സ്ക്ലൂഡ്
ഓൾറൈറ്റ്. ഓക്കെ, റണ്ണിങ് ക്യാൻഡിൽ എക്സ്ക്ലൂഡ്. അപ്പം നമ്മളെ സംബന്ധിച്ച് റണ്ണിങ് ക്യാൻഡിൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ 2 ക്യാൻഡിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ റെഡ് ക്യാൻഡിലും ഈ ക്യാൻഡിലുമാണ് നമുക്ക് കിട്ടേണ്ടത്. സോ റെഡ് ക്യാൻഡിൽ ഈ 2 ക്യാൻഡിലും കൂടെ മെർജ് ചെയ്ത് വരുമ്പോഴത്തേനും 1 അവറിലേക്ക് വരുമ്പോഴത്തേനും, ബിക്കോസ് റണ്ണിങ് ക്യാൻഡിൽ അത് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സോ യു വിൽ നോട്ട്, അത് നമ്മൾ എപ്പോഴും എക്സ്ക്ലൂഡ് ചെയ്ത് കളയാം. സോ അതാണ് നമ്മൾ ആദ്യത്തെ ലെസണിൽ അവിടെ നോക്കി. ഇപ്പോഴും കുറച്ച് വിക്സിനൊരു വ്യത്യാസം വന്നില്ലേ. സോ നൗ ഇവിടെ ദിസ് വാസ് ഓപ്പണിംഗ് പൊസിഷൻ. ആ ക്യാൻഡിൽ റെഡായി പോയത് ഇവിടെയായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് റെഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും ഇതും തമ്മിലാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പൊസിഷൻ എവിടെയാണ്? ഇത് ഓപ്പണിംഗ് പൊസിഷൻ. സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പൊസിഷൻ എവിടെയാണ്? ബിക്കോസ് അത് ഗ്രീൻ കളർ ആയതുകൊണ്ട് ഇവിടെ ഓപ്പണിംഗും ഇവിടെ ക്ലോസിംഗും. സോ നമ്മളെ സംബന്ധിച്ച് ക്ലോസിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്, അല്ലേ? അപ്പം ഇത് ഓപ്പണിംഗ്, ഇത് ക്ലോസിംഗ്. ഈ ലൈൻ ഇനി നോക്കുന്നത് ഇത് ഓപ്പണിംഗ്, ഇത് ക്ലോസിംഗ്. അപ്പോൾ ഓപ്പണിൻ്റെ താഴെയല്ലേ ക്ലോസിംഗ്. അപ്പോൾ ഇവിടെ എന്ത് കളറായിരിക്കും വരുന്നത്? റെഡ് കളറായിരിക്കും വരുന്നത്, അല്ലേ? ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ കളർ റെഡ് ആയിരിക്കത്തില്ല ഇവിടെ വരുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഈ 2 ക്യാൻഡിലും കൂടെ നോക്കുമ്പോൾ ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുന്നത് ഏതാണ്? ഇതും അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് അത് തന്നെ. അപ്പോൾ ഇതിൻ്റെ വിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും, ഇവിടം വരെ വരും. ബിക്കോസ് ഇതല്ലേ ലോയെ, ഇതല്ലേ ലോ. ബിക്കോസ് ഈ ക്യാൻഡിൽ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് വിക്സ് ഉണ്ടോ? ഇതിനാണ് ഹൈസ്റ്റ് പോയിന്റ്. ആ പർട്ടിക്കുലർ ക്യാൻഡിൽ ഹൈസ്റ്റ് പോയിന്റ് അത് തന്നെയല്ലേ? അപ്പോൾ അത് തന്നെയാണ്. അപ്പം ഇത് ഇച്ചിരി കയറിയായിരിക്കുന്നത് കേട്ടോ, സാരമില്ല. അത് വരയ്ക്കുമ്പോൾ അവിടെ ഇനി കൺവേർട്ട് ചെയ്യുമ്പോഴത്തേന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഇന്നർ ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണോ 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ? വിത്തൗട്ട് ഷിഫ്റ്റിംഗ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ആവും. ഓക്കെ, കറക്റ്റ് അല്ലേ? അപ്പോൾ 1 അവറിലേക്ക് നോക്കുമ്പോൾ അതാണോ വന്നിരിക്കുന്നത്? ആ പർട്ടിക്കുലർ ക്യാൻഡിൽ അത് തന്നെയല്ലേ വന്നിരിക്കുന്നത്? ഇവിടെ അത് തന്നെയല്ലേ വന്നിരിക്കുന്നത്? ഇതാണ് ക്യാൻഡിൽ സ്റ്റിക്ക്. എങ്ങനെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രോ ലെവൽ റീഡിങ് ക്യാൻഡിൽ സ്റ്റിക്സ് എങ്ങനെയാണ് നമ്മൾ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ പ്രോ ലെവൽ ക്യാൻഡിൽ റീഡിങ് എന്ന് പറയുന്നത്. ബിക്കം ആൻ എക്സ്പേർട്ട് ഇൻ റീഡിങ് ക്യാൻഡിൽ സ്റ്റിക്സ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാക്കി തുടങ്ങും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചാനൽ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്ഗ്രേഡ്. നമ്മളിപ്പം വേർഷൻ 1 ആയിരുന്നു, ഇപ്പം വേർഷൻ 2.5 ആയി, ഇനി വേർഷൻ 3 ആകണം. അങ്ങനെ നമ്മളങ്ങനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വിസിബിളായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഓരോന്ന് നമ്മൾ കണ്ടുപിടിച്ചും മനസ്സിലാക്കിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദ നരേറ്റീവ് ഓഫ് ദ മാർക്കറ്റ്. അതിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ലെസൺ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ ഇന്ന് പഠിച്ച ലെസണിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വാച്ച് ദ ലെസൺ കെയർഫുള്ളി അണ്ടിൽ ദ എൻഡ്. അപ്പം അതാണ് അതിനകത്തെ കാര്യം. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളുടെ ഈ ട്രേഡിംഗ് സീക്രട്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ഇരുന്ന് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ്. യു വിൽ ലൂസ് എന്ത് നോളജ് ലൂസിങ്, അല്ലേ? അപ്പോൾ അതുകൊണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എല്ലാവരും മുഴുവനും ശ്രദ്ധയോടുകൂടി. ഇത് ഒരു ടീഡിയസ് പ്രോസസ്സാണ്, പക്ഷേ നമ്മളെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ്, അല്ലേ? നമ്മൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നു. മാർക്കറ്റിൻ്റെ നരേറ്റീവിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ നോക്കുന്നു. ഫൈനലി യു വിൽ ബിക്കം എ പ്രോ ട്രേഡർ ആൻഡ് യു വിൽ ബിക്കം എ പ്രൊഫഷണൽ ട്രേഡർ. ദാറ്റ്സ് വാട്ട് ഐ എം എക്സ്പെക്ടിങ് ഫ്രം യു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെസൺ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും ക്ഷമയോടുകൂടെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ മെർജിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പം സഞ്ചരിച്ച എല്ലാവർക്കും നന്ദി. ഐ എം ഷുവർ യു വിൽ ബി ബെനിഫിറ്റഡ്. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റാർട്ട് വാച്ചിങ്, അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ്. കൂടുതൽ ക്ലാരിറ്റിയോടുകൂടെ ട്രേഡ് ചെയ്യാൻ എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ ആൻഡ് റൈറ്റ് യുവർ കമൻസ് ആണ് എൻ്റെ ഊർജ്ജം. കമൻസ് വരുവാണെങ്കിൽ പുതിയ കാര്യങ്ങൾ ഇനിയും ആരും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടെ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. സി യു ഇൻ അനദർ വീഡിയോ.